ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശ് മെഗാ ക്യൂസ് ഗാന്ധിജിയെക്കുറിച്ച് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമനപ്പേര് എന്താണ്? മോനിയ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. ഏത് പത്രമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം 1915 ജനുവരി 9. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദി ലാസ്റ്റ്. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച 2 പ്രമുഖ പത്രങ്ങൾ ഏതെല്ലാം? നവജീവൻ, യങ് ഇന്ത്യ. നവജീവൻ ഗുജറാത്തിയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷിലുമാണ് ആരംഭിച്ചത്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെ. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? യേശുക്രിസ്തുവിനെ. മഹാത്മാഗാന്ധി പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്? ഗ്രാമങ്ങളിൽ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തിയിൽ. ഗാന്ധിജി എത്ര പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്? 5 പ്രാവശ്യം. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം 1920. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏത്? 5ാമത്തെ കേരള സന്ദർശനം. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? 2ാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ദിവസം ഏത്? 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന തീവ്രവാദി ആരാണ്? നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ടിൽ.